ഹലോ ഗൈസ്, കുറച്ച് ദിവസമായി ഞങ്ങളൊരു Q&A വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇത് ആരും എൻ്റെ ഉമ്മയോ ഓളോ ഉമ്മയോ എന്നതിൽ കുറേ ആൾ ചോദിച്ചിന്. ഇൻസ്റ്റാൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു Q&A ഇത്. സോ അതിനുള്ള റീപ്ലൈസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ആക്കിയിട്ട് എടുത്തിന്. സോ കുറച്ചെല്ലാം വിട്ടോ ഇനി, അപ്പോൾ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് മിസ്സായ ആൾക്കാർ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ് നോക്കാം. സോ ഇപ്പോൾ അതിനുള്ള മറുപടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ അത് നെഫി ചോദിക്കും, അതിനുള്ള മറുപടി ഞങ്ങൾ പറയാം. ഓക്കെ, നമുക്ക് ലാഗടിപ്പിക്കാണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നെഫി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ചെറുതന്നെ വായിക്കാം. ഹായ്. ഹലോ, ഹായ് ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹലോ. പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഈൽന്ന് ഏതാ നിന്റെ വൈഫ്? ഈൽന്നാ? വാട്ട് എ ക്വസ്റ്റ്യൻ. കാണുമ്പോൾ മനസ്സിലാവില്ലേ ബ്രോ ഇതിലേതാണ് എൻ്റെ വൈഫ് എന്ന്? ഇച്ചിരി കൂടി പോയില്ല. ഇച്ചിരി. ഓക്കെ, ഇത് നെഫിൻ്റെ ഉമ്മ, ഇത് നെഫി. ഈ നെഫി എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. ഓക്കെ അല്ലേ? ഇത് വൈഫൈ അല്ല, വൈഫിൻ്റെ ഉമ്മ, ഇത് വൈഫൈ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ ഉമ്മ ഇവിടെയാ? എൻ്റെ ഉമ്മ കുറേ ആൾ ചോദിച്ചിന്, അതിന് എല്ലാവർക്കുള്ള മറുപടി. എൻ്റെ ഉമ്മ എൻ്റെ പരലുണ്ട്. സോ ഉമ്മ ഇതേപോലെ ഫോട്ടോ വീഡിയോ അങ്ങനെ എടുക്കൊന്നുമില്ല. ഉമ്മ അങ്ങനെ, ബാപ്പ അതേപോലെ. പക്ഷേ ഓളെ ഉമ്മക്ക് ഇല്ലെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഞാൻ കൂട്ടുന്നു വീഡിയോക്ക്, ഫോട്ടോ ഒക്കെ എല്ലാം ഒരുമിച്ച് വീഡിയോയിൽ എടുക്കുന്നു. സോ ഓളെ ഉമ്മ ഉണ്ട്, എൻ്റെ ഉമ്മ വീഡിയോയിലോ ഫോട്ടോയിലോ നിൽക്കില്ല. എൻ്റെ ഉമ്മ വീട്ടിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഞാൻ പറഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ വക. ഓക്കെ, കാസർഗോഡ് ഒരു പെൺകുട്ടിയെ സെറ്റാക്കി തരുമോ ബ്രോ? ഞാനെന്ത് ബ്രോക്കറാ? കാസർഗോഡ് സെറ്റാക്കി കൊടുക്കണല്ലോ. എന്ത് പറയുന്നു അമ്മായി? അല്ല, ഇങ്ങനെ ഒരു ഷോപ്പിന്റെ വീഡിയോയിലിടുമ്പോൾ ഇങ്ങനെ പെണ്ണാക്കി കൊടുക്കുമായിരിക്കും. എൻ്റെ വരുമാനം അത്ര കൊച്ചാക്കരുത്. അയ്യോ, ഇത് ഞാൻ പെണ്ണ് സെറ്റാക്കിയിട്ട് കൊടുക്കുന്നത് എങ്ങനെ? ഓക്കെ, അത് നമുക്ക് എന്തായാലും പിന്നെ ആലോചിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഉമ്മാന്റെ വീട് എവിടെയാ? എൻ്റെ ഉമ്മാൻ്റെ വീട് ഈ ഉമ്മാന്റെ അല്ലേ? ഈ ഉമ്മാൻ്റെ രണ്ടാളതും പറയാം. എൻ്റെ ഉമ്മാൻ്റെ വീട് എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മാൻ്റെ നാട് എന്ന് പറയുന്നത് നീർച്ചാൽ മീൻസ് കാസർഗോഡ് സീതാങ്കുളി നീർച്ചാൽ. അത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. നീർച്ചാൽ കുറച്ച് ഉള്ളിലായിട്ട് ബേള മുകളിൽ പോകണം. എന്നിട്ട് അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നീർച്ചാൽ ബേള ചിമ്മിനെടുക്കം, അവിടെയാണ് ഉമ്മാൻ്റെ സ്ഥലം. എൻ്റെ നാട് കാഞ്ഞങ്ങാട് ബെല്ലാക്കടപ്പുറം എന്ന നാട്. ബെല്ലാക്കടപ്പുറം കാഞ്ഞങ്ങാട്. ഓക്കെ, നിൻ്റെത്? നിങ്ങൾക്ക് നാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെഫിയുടെ അമ്മയുടെ വീട് എവിടെയാ? അത് പറഞ്ഞല്ലോ. നെക്സ്റ്റ്. ഓസിലിന്റെ ഫുൾ നെയിം എന്താ? മുഹമ്മദ് ആദം ഓസിൽ. നെക്സ്റ്റ്. നിന്റെ ഉമ്മാനെ വീഡിയോയിൽ ഇടാത്തത് എന്ത്? അത് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ അങ്ങനെ ഫോട്ടോ വീഡിയോയിലൊന്നും നിൽക്കില്ല. ഓരോരുത്തൻ്റെ താല്പര്യമാണ്. സോ ഞങ്ങൾ പിടിച്ച് നിർത്താറില്ല. ഉമ്മ നമ്മളെ ഫാമിലി ഫംഗ്ഷനിൽ നമ്മളെ പരിപാടിക്കെല്ലാം ഉമ്മ ഫോട്ടോ വീഡിയോയിൽ എടുത്തിന്. പക്ഷേ ഇതുപോലെ റീൽസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉമ്മ നിൽക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നെക്സ്റ്റ്. ബ്രോ ആലപ്പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്? അല്ല ബ്രോ, ആലപ്പുഴയിലേക്ക് ഇറങ്ങി. ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഓ ഓക്കെ, താങ്ക് യു. ഇൻഷാ അല്ലാഹ് അങ്ങോട്ടേക്ക് ഒരു ദിവസം വരാം. എല്ലാ ജില്ലകളിലും ഉണ്ട് അത്യാവശ്യം ഇതേപോലെ. എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും സന്തോഷം. എല്ലാ ജില്ലകളിലും ഒരുപാട് ഫാൻസും സ്നേഹം നിറഞ്ഞ ഞങ്ങളെ വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാഹ് ആലപ്പുഴ വരുമ്പോൾ ഞാൻ എന്തായാലും സ്റ്റോറി ഇടാം. നാളെ കണ്ണൂർ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഓക്കെ, പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് ഒരു ജില്ലക്ക് ഇങ്ങനെ വരാം, എല്ലാവരും കാണാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. റാഷിയുടെ ഉമ്മ ആൻഡ് റിലേറ്റീവ്സ് എവിടെയാ? പിന്നെ ഉമ്മ എന്താ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണോ? അല്ല, ഉമ്മ നിങ്ങളുടെ കൂടെയാണോ നിൽക്കുന്നത്? എൻ്റെ ഉമ്മ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഓളുമ്മ ഈ ഉമ്മ വീക്കിലി 1 or 2 times ഇവിടെ വരും. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കും. സോ അങ്ങനെയാണ് ഉമ്മ ഇങ്ങോട്ട് വരുന്നത്. ഇടയ്ക്കിടെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വന്നിട്ട് ട്രെയിനിൽ വന്നിട്ട് കാഞ്ഞങ്ങാട്ടിലേക്ക് പോകും. കാഞ്ഞങ്ങാട്. അപ്പോൾ അതാണ് സംഭവം. കുറേ ആൾ ചോദിച്ചു ഉമ്മയുടെ നിൽക്കുന്നതെന്ന്. അല്ല, ഉമ്മ ഇടയ്ക്കിടെ നിൽക്കും. ഉമ്മ പിന്നെ അങ്ങോട്ട് പോകും വീട്ടിലേക്ക്, ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട്. അതാണ് സംഭവം. നെക്സ്റ്റ്. മറ്റേതാരാ? സിസ്റ്ററാണോ? മറ്റേത് ഏത്? ഇത് വൈഫാണ്. ഇത് വൈഫിൻ്റെ ഉമ്മാണ്, ഞാൻ പറഞ്ഞു. പിന്നെ വേറെ 2-3 പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഉള്ള സിസ്റ്റേഴ്സാണ്. നെഫിക്ക് 2-3 വീഡിയോസിലാണ് ചോദിച്ചത്. അതന്നെ. അല്ലല്ല, ഇത് വൈഫാണ്. ഓക്കെ, അമ്മ എന്തോന്നും ഉണ്ടാത്ത എന്തെങ്കിലും പറയൂ. അല്ല, ഇവിടെ കൂടിയുള്ളത് എനിക്ക് വേറെയും 3 പെൺകുട്ടികളുണ്ട്. യെസ്, അപ്പോൾ ഉള്ള സിസ്റ്റേഴ്സാണ്. 3 പെങ്ങന്മാരാണ് കുട്ടികൾ. ഓക്കെ, ആ 3 പെങ്ങന്മാർ പേര് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട് സോറി. അതിൽ 3 പെങ്ങന്മാർ പേര് എന്താ പറയുക? ഒന്ന് ആയിഷ, ഫാത്തിമ, ഖദീജ, നഫീസ. 4 പഴയ പേരാണ്, പക്ഷെ നല്ല ബർക്കത്തുള്ള പേരാണ്. ആയിഷ, ഫാത്തിമ, ഖദീജ, നഫീസ. ഇനി ഒന്നും കൂടി ഉണ്ട്. ആയിക്കോട്ടെ. മുഹമ്മദ് കില്ലർ ഒരു ബ്രദർ ഉണ്ട്, ഒരു ബ്രദർ.
അപ്പോൾ ആയിഷ, ഫാത്തിമ, ഖദീജ 3 പിള്ളേരുണ്ട്. സോ 3 പേര് അങ്ങനെയല്ല. ഫാത്തിമാൻ്റെ പേര്, അല്ല ആയിഷാൻ്റെ പേരെന്ത്? ആയിഷത്ത് ഹിന, ലിംബ്ര ഫാത്തിമ, ഖദീജത്ത് റിസ. 3 വെറൈറ്റിയാണ് പേര്. മാത്രം ഒരു പേര് തന്നെ വിളിക്കുന്നു നഫീസ ഒറ്റക്ക്. നഫീസ അഭിമൽ കുമാർ. ഓക്കെ നെക്സ്റ്റ്. അത് ഭയങ്കര കോമഡിയാണ്. നെക്സ്റ്റ് ഞാനാ പറയ്. നെക്സ്റ്റ് പറയുന്നത്. നെക്സ്റ്റ് ഉമ്മ എങ്ങനെയാ ഇറിറ്റേറ്റ് വൈബായത്? ഇറിറ്റേറ്റ് വൈബാ? ഇറിട്ടത്താ? ഇരുട്ടത്തല്ല, എന്റെ മരുമകൻ വെളിച്ചത്താ കൊണ്ടുവന്നത്. അതാണ് ഇത് വായിക്കാനായിട്ട് പ്രശ്നമാണ്. സോറി, തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ പ്രശ്നമില്ല. ഇത്ര വൈബായത് ഉമ്മ നഫീൻ്റെ അത്ര വൈബില്ല. അല്ല, നഫീ ഉമ്മാൻ്റെ അത്ര അങ്ങനെയല്ല. ഉമ്മ നഫീനാട്ടി വൈബ് ഉണ്ട് നഫീൻ്റെ ഉമ്മ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇതുവരെ ബേബി ആയിട്ടില്ലേ? ഇല്ല, ബേബി ആയിട്ടില്ല. അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. പിന്നെ പേര് അവിടെ കളിക്കുന്നുണ്ട്. ഒരാളെ അകത്തെന്ന് പറഞ്ഞാൽ അയാളെങ്ങനെ കേട്ടാ ഓസിൽ അവിടെ കളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് കച്ചറാവും, ചോരപ്പുഴ ഒഴുകും. അതുകൊണ്ട് നമുക്ക് കുറെ ഇങ്ങനെ മുകളിൽ കയറിയിട്ട്. അതെ, ഞങ്ങൾ ഇപ്പം അങ്ങനെ മുകളിലേക്ക് പാറയിൽ വന്നിട്ട് ഇരുന്നിട്ട് ചെയ്യുന്നുള്ളത്. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് എൻ്റെ മോനാണോ? എൻ്റെ മോനാണ്. അതെ, എൻ്റെ മോനാണ്. ജാരാണ്. പറഞ്ഞോളൂ. നെക്സ്റ്റ്. ഒരു മന്തി മേടിച്ച് തരുമോ? തരാം. ഇപ്പോൾ വേണോ? ഇല്ലല്ലേ? ഓക്കെ, നെക്സ്റ്റ്. കുറേ ആൾ എത്ര മെസ്സേജ് തരും മന്തി ഫുഡ് പൈസ തരുമോ എന്ന് ചോദിച്ചിട്ട്. നെക്സ്റ്റ്. ഇത് ഇപ്പോൾ ഭയങ്കര ഇറിറ്റേറ്റു ഇതെല്ലാം ആയതെന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മ വർക്കിനെല്ലായിട്ട് നമ്പർ കൊടുക്കുമല്ലോ. എൻ്റെ അല്ല റാഷിൻ്റെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു. ഹോസ്പിറ്റലാണ്, 500 രൂപ അയച്ചു തരോ, ഹോസ്പിറ്റലാണ് 1000 രൂപ അയച്ചു തരോ. ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, പക്ഷേ പ്രശ്നമില്ല. 2 പ്രാവശ്യം നമ്മൾ കൊടുത്ത്. അതല്ല പ്രശ്നം. വേറെ കുറച്ച് പിള്ളേഴ്സാണ്. അതായത് ഫുഡ് കഴിക്കാൻ പൈസ തരോ, മന്തി കഴിക്കാൻ പൈസ തരോ, വെറുതെ ഒരു സുഖം ഇങ്ങനെ ചോദിച്ചോണ്ട് കുറേ മെസ്സേജ് വരുന്നുണ്ട്. സംഭവം പ്രൊമോഷൻസിനൊക്കെയാണ്. അങ്ങനെയാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. സോ കുറേ ആൾക്കാർ അത് മിസ്യൂസ് ആക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ കാരണം സഹിക്കാൻ പറ്റുന്നില്ല. വാട്സപ്പിൽ കോൾ ചെയ്തു. സോ ഞാൻ മെയിൻ വാട്സപ്പ് നമ്പറിൽ കോൾ കിട്ടില്ല. വാട്സപ്പ് മാത്രമേ ഉള്ളൂ. അതിലാണെങ്കിൽ വാട്സപ്പ് കോളും വീഡിയോ കോളും അങ്ങനെ 3 പ്രാവശ്യം ഞാൻ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ സബൂറാക്കും. പിന്നെ കുറേ ഇറിറ്റേറ്റ് ആക്കുമ്പോൾ ഞാൻ ബ്ലോക്ക് ഇടും. ഡയറക്റ്റ് ബ്ലോക്ക്. ഇതാണ് സംഭവം. നെക്സ്റ്റ്. ഇന്ന് ബ്ലോക്ക് ഇട്ടതിന് കണക്കില്ല. ഡെയിലി ബ്ലോക്കാണ്. വാട്സപ്പിൽ വരുന്നതിനൊക്കെ ബ്ലോക്ക്. ഇത് ഈ പിള്ളേരാണ് സംഭവം കാണാൻ വേണ്ടി. ഞാനോരോ തിരക്കിലുണ്ടാകുമ്പോൾ അങ്ങനെ എടുത്തിട്ട് മിണ്ടാകാൻ പറ്റില്ല. സോ ഞാൻ അങ്ങനെ ബ്ലോക്ക് ഇടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗീവ് അവേ തരുമോ? ഗീവ് അവേ തരാം. ഞാൻ മൈക്കിൻ്റെ ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് റിപ്പോർട്ട് അടിച്ചായിരുന്നു. സോ അത് ഓടാൻ പറ്റിയില്ല. എന്തോ സംഭവം ഇത് കാണിച്ച് കോപ്പിറൈറ്റ് അങ്ങനെ എന്തോ കാണിച്ച്. സോ അത് ഓടിയിട്ട. സോ ഞാൻ ഡിലീറ്റ് ആക്കേണ്ടി വന്നു. സോറി. നെക്സ്റ്റ് നല്ലൊരു ഗീവ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ. സോറി. നെക്സ്റ്റ്. ഈ കുഞ്ഞ് ആരത്? അത് പറഞ്ഞു. നെക്സ്റ്റ്. എന്തെങ്കിലും റാൻഡമായിട്ടുള്ള ഉമ്മാക്ക് സുഖന്യ? ഉമ്മാക്ക് സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖം മക്കളെ. അൽഹംദുലില്ലാ സുഖം. നെക്സ്റ്റ്. ലവ് മാരേജ് ആണോ? ഉമ്മ സപ്പോർട്ടായിരുന്നു? ഉമ്മ സപ്പോർട്ടായിരുന്നു. ഉമ്മ മാങ്ങായിരുന്നു. ഇല്ലായിരുന്നു. ഉമ്മ ഒരു സപ്പോർട്ടുണ്ട്. ആരുണ്ടായിരുന്നില്ല. ഇവൾക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം. അതൊക്കെ ഒരു കാലം. ഓക്കെ, നെക്സ്റ്റ്. അതിലോട്ട് പോകുന്നില്ല. ഉമ്മ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ കാണാൻ പറ്റിയതിൽ സപ്പോർട്ടായി മാങ്ങല്ല. പിന്നെ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ലാഗ് അടുപ്പിക്കല്ലേ വീഡിയോ. നെക്സ്റ്റ്. എന്നെ ഫോളോ ചോദിച്ചാൽ എനിക്ക് കാസർഗോഡ് ഇല്ലവരെയും നല്ല ഇഷ്ടമാണ്. പ്ലീസ് ഫോളോ. ഓക്കെ. നിങ്ങളുടെ വലിയ ഫാനാണ്. നേരത്തെ പറഞ്ഞാൽ ഇതും ഭയങ്കര ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫുൾ ടൈം ഇതാണ്. ഫോളോ ചെയ്യുക. എല്ലാവരും അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റില്ല ബ്രോ. ഇങ്ങോട്ടൊരു 2.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് 2.5 ലക്ഷം ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട്. സോ ലിമിറ്റ് ഉണ്ട് അതിന്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ. നെഫിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? റാഷിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അത് പറഞ്ഞല്ലോ. എൻ്റെ വീട്ടിൽ ഞാൻ, ഉമ്മ, പാപ്പ, പിന്നെ 4 അനിയന്മാർ. അതായത് 4 ആൺമക്കളും 1 പെണ്ണും. ഞങ്ങൾ നേരെ തിരിച്ചിട്ട് 4 പെണ്ണും 1 ആണും. ഒരെല്ലാം ഉൾട്ട് തന്നെ. നെക്സ്റ്റ്. പിന്നെ റാഷിൻ്റെ ശരിക്കുള്ള ജോബ് എന്താ? എൻ്റെ ശരിക്കുള്ള ജോബ് ഞാൻ ബേസിക്കലി കറൻ്റ്ലി ഞാനൊരു എഡിറ്ററാണ്. ഇപ്പോൾ എൻ്റെ വർക്ക് ഞാൻ എഡിറ്റ് തന്നെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെയാണ്. വാട്സപ്പല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഇതൊക്കെയാണ് നിലവിലിപ്പോൾ. എഡിറ്റ് തന്നെയാണ്. എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും സംഭവം തന്നെയാണ്. മുമ്പ് ഞാൻ എഡിറ്റ് പ്രൊഫഷണലൈസ് ചെയ്തുകൊണ്ടേ വെഡിങ് വർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അത് ചെയ്യുന്നില്ല. എൻ്റെ വർക്കെല്ലാം കിട്ടുന്നില്ല. സോ ഇതിപ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞോളൂ. നെക്സ്റ്റ്. നെഫിൻ്റെ സ്ഥലം കാഞ്ഞങ്ങാട് ശരിക്കും എവിടെ? കാഞ്ഞങ്ങാട് നെഫിൻ്റെ സ്ഥലം പറഞ്ഞോളൂ, ബെല്ലകടപ്പുറം. നെക്സ്റ്റ്. പിന്നെ ആ കുഞ്ഞ് ആരാന്ന്? അനിയനാണോ? റാഷി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഏത് കുഞ്ഞാണ്?
നമ്മളെ കുഞ്ഞി അത് റാഷി എന്ന് വിളിക്കുന്നത് എൻ്റെ മോനാണ്. അത് പുരയിലെല്ലാരും റാഷി റാഷി എന്ന് വിളിക്കുന്ന കണ്ടിട്ട് So, അങ്ങനെ റാഷി എന്ന് വിളിക്കുന്നത്. അന്നെ ഇപ്പൊ ഓരോ ഫാമിലി എല്ലാരും ബാബി എന്ന് വിളിക്കുന്ന കേട്ടിട്ട് അന്നെ ബാബി ഒരു എന്ന് ബാബി എന്ന് വിളിക്കുന്നു. വിളിക്കും. അത് പല ടൈമിലും അങ്ങനെ ഉപ്പാ അല്ല ബാപ്പാന്നും റാഷിന്റെ റാഷി ഉമ്മാനെ ഉപ്പാനെയാണ് ഓനും ഉമ്മ ഉപ്പാന്ന് വിളിക്കുന്നത്. യെസ് യെസ് യെസ്. നെക്സ്റ്റ് പിന്നെ അതന്നെ ആ കുട്ടിയാരാണ് ബെമ്പെ ഒരു റാൻഡം എന്ത് പറയുന്നത് ഈ ഡിഫറെൻ്റ് സൈഡ് ഇരിക്കുന്ന പെണ്ണാരാ? ഈ സൈഡ് ഇരിക്കുന്ന പെണ്ണ് നെഫീൻ്റെ ഉമ്മയാണ്. നെക്സ്റ്റ് ചോദിക്കാത്ത ചോദ്യം ചോദിക്ക്. ആ ചെറുതിനൊരു ഉമ്മ. നെക്സ്റ്റ് ബ്രോയുടെ വീഡിയോ അടിപൊളിയാണ്. താങ്ക് യു. നെക്സ്റ്റ് കാസർഗോഡ് വരട്ടെ റാഷിഖാനെ കാണാൻ. വന്നോളൂ. ഇവിടെ കുറേ ആൾക്കാർ അങ്ങനെ വരാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, വന്നിട്ട് എന്നെ കണ്ടിട്ട് പോകാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. സന്തോഷം. ഇവിടെ വന്ന് വരുന്നുണ്ട്, മെസ്സേജ് അയച്ചാൽ വിളിച്ചാൽ മതി. ഞാൻ ഉണ്ടെങ്കിൽ കാണാം, നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാ. നെക്സ്റ്റ് റാഷിഖാൻ്റെ ഉമ്മാനെ ഒന്ന് കാണിക്കോ? എൻ്റെ ഉമ്മാനെ അങ്ങനെ കാണിക്കാൻ ഉമ്മാൻ്റെ സൗകര്യം കൂടി നോക്കണമല്ലോ. സോ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ അങ്ങനെ ഫോട്ടോ വീഡിയോയിൽ നിൽക്കൂല, സോഷ്യൽ മീഡിയയിലൊന്നും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് സലാം ചാൻ അറിയോ? സലാം ചാ? ഏത് സലാം ചാ? നാട്ടിൽ ഒരുപാട് സലാംച്ചുണ്ട്. ഏത് നിർത്ത്? എൻ്റെ നാട്ടിൽ ഒരുപാട് സലാം ചാ ഉണ്ട്. എന്ത് സലാമുസ്ത? സലാമിച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാഷിക്ക് ആരോടാ കൂടുതൽ ഇഷ്ടം? അത് ഏത് ബേസിലാ ചോദിച്ചതെന്ന് അറിയില്ല. എങ്ങനെയാണ് ചോദിച്ചത്? എൻ്റെ വീട്ടിലാണോ അല്ല ഇതിലാണോ? ഓക്കെ, എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വിചാരിച്ച് റാഷിൻ്റെ ഉമ്മയാണെന്ന്. ജസ്റ്റ് സെയിം ഫേസ് കട്ട്. കുറേ ആൾ ചോദിക്കുന്നു എൻ്റെ ഉമ്മ എന്നിട്ട്. സോ എൻ്റെ ഉമ്മ അല്ല, നെഫിൻ്റെ ഉമ്മയാണ്. ശരിക്കും എൻ്റെ ഉമ്മ ആണല്ലോ അങ്ങനെ ആകുമ്പോൾ. ഫേസ് കട്ടെല്ലാം നോക്കിയിട്ട് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്. സോ ആണ് അങ്ങനെ ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാഷിൻ്റെ ബ്ലൂ ടിക്ക് പോയിനാ? ഇല്ല ബ്രോ, ബ്ലൂ ടിക്ക് പോയിട്ടാ. സോ അത് വേറൊരു കഥ. ഞാനിപ്പോൾ ശരിയാക്കി. അത് നമ്മളെ നെയിം അപ്ഡേറ്റ് ആക്കണം. നമ്മളെ പാൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ഉള്ള പോലെ അതിലുള്ള പോലെ തന്നെ കറക്റ്റ് നെയിം അടിക്കണം. എൻ്റെ റാഷി ഡ്രോപ്സ് എന്നുള്ളതുകൊണ്ട് യൂസർ നെയിം അങ്ങനെ നെയിം അടിക്കുമ്പോൾ കറക്റ്റ് അതുപോലെ വരണം. സോ റാഷി എന്നുണ്ടായിരുന്നു, അത് റിജക്റ്റ് ആയി, ആ സാധനം പോയി. എൻ്റെ മാത്രമല്ല കുറേ ആളത് പോയി. ഇപ്പോൾ എല്ലാവരും ഒറിജിനൽ ഫുൾ നെയിം ഇടേണ്ടി വരുന്നു. അങ്ങനെ ആകുമ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് അബൂബക്കർ റാഷിദ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നീ ഓളം പുരയിലാണ് നിൽക്കുന്നത്. എല്ലാ വീഡിയോയിലും ഉമ്മാനെ എല്ലാവരെയും റീൽസിലെല്ലാം ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ അല്ല, ഞങ്ങൾ ആടെ ഇടയ്ക്കിടയ്ക്ക് പോവും, ആടുന്ന് എടുക്കും, അല്ലെങ്കിൽ ഉമ്മ ഇങ്ങോട്ട് വരും, ഇടുന്ന് എടുക്കും. അതങ്ങനെയാണ് സംഭവം. ഡെയിലി ഞാൻ 2 പോലെ അപ്ലോഡ്സ് ചെയ്യുന്നുണ്ട്. സോ 2 പോലെ അപ്ലോഡ്സ് ചെയ്യണമെങ്കിൽ എത്ര വീഡിയോസ് എടുക്കുന്നുണ്ടാവും, എത്ര വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, അത് നിങ്ങൾ ചിന്തിക്കണം. സോ അങ്ങനെയാണ് കാരണം. എൻ്റെ മരുമോൻ ഒരു ദിവസം ഇന്നേത് വരെ അതിന് കൂടുതൽ നിന്നിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല, ടൈം കിട്ടുന്നില്ല. സോ രാത്രി 8:30 9 ആകുമ്പോൾ പുരക്കെത്തും. രാവിലെ 6 മണിയാകുമ്പോൾ കീനി വരും. ഓക്കെ നെക്സ്റ്റ് ടൈം. ഇക്കാൻ്റെ കാർ ഏതാ? എൻ്റെ കാർ ടാറ്റ പഞ്ച്. നെക്സ്റ്റ്. നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു ഒന്ന് വിചാരിക്കേണ്ട. വീഡിയോ സമയം ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് സോ ഇങ്ങനെ പറഞ്ഞു വന്നത്. ഓക്കെ, നിങ്ങളുടെ വീഡിയോ ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ്. അനിയനെ കാണാറില്ലല്ലോ വീഡിയോസിൽ? അനിയനിപ്പോൾ തിരക്കായി പോയി. അനിയന് കുക്കാണ്. സോ അവൻ്റെ തിരക്കായിട്ട് പോകുന്നു, ഞങ്ങളെ തിരക്കായിട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഫ്രീ ആയിട്ട് വേമ്പ് എടുക്കാറുണ്ട്. നെക്സ്റ്റ്. നിന്റെ പേരെന്താ മോനെ? ഫുൾ പേര്? അബൂബക്കർ റാഷിദ് MA. നിനക്ക് റാത്തല്ലേ? റാത്താണ്, അൽഹംദുലില്ലാ. നല്ലോണം തിന്നിട്ട് ഉഷാറാണ്. മെല്ലിന് ഇപ്പോൾ കുറേ ആൾ നല്ല ഉഷാറായെന്ന് പറയുന്നത്, നല്ല കവളെല്ലാം വന്ന് ഉഷാറായെന്ന് പറയുന്നത്. എന്തായാലും സന്തോഷം, താങ്ക് യു. പക്ഷെ മെല്ലിന് എന്ന് പറയുമ്പോൾ ഇതെപ്പോഴത്തെ കുറേ മിന്നിട്ടതാണ്. ഓക്കെ, പ്രശ്നമില്ല. സോ ബാങ്ക് കൊടുത്ത് ഒന്നും വിചാരിക്കണ്ട. നമ്മൾ ഈ വീഡിയോ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമ്മൾ പറ്റുമെങ്കിൽ സെക്കൻഡ് ആയിട്ട് ഇടാം. അപ്പോൾ ഒന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, ബൈ.